ആലിംഗൽ ഹോം ഗാർഡൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ബോഗൺവില്ലയൊക്കെ എടുത്ത് മതിലിൻ്റെ മേലെ വെച്ചതായിരുന്നു, മതിലിൻ്റെ മുകളിലായിരുന്നു ഇങ്ങനെ. അപ്പോൾ അതൊക്കെ എടുത്ത് താഴെ വെച്ചതാണ്. ഇതൊക്കെ തനി നാടൻ വെറൈറ്റികളാണ്, നല്ല ഭംഗിയാണ്, എന്നും പൂത്തത് അങ്ങനെ നിൽക്കും. ഇതൊരു വെറൈറ്റിയാണ്. വെള്ളം എൻ്റെ കയ്യിൽ കുറവാണ്, വെള്ളം എന്തോ എനിക്ക് പിടിച്ചിട്ട് സെറ്റാവില്ല. നമുക്ക് പുതിയതായിട്ട് കമ്പ് വെച്ച് പിടിപ്പിക്കുമ്പോഴും അത് പിടിച്ച് കിട്ടുന്നില്ല. അങ്ങനെ ഇത് ഡബിൾ പെറ്റലാണ്, അടുക്കടുക്കായിട്ട് വരും കേട്ടോ. നമുക്ക് ചട്ടിയിൽ വെച്ചുകൊണ്ട് വളത്തിൻ്റെ കുറവ് കൊണ്ടാണോ എന്തോ അറിയില്ല, നിറയെ പൂത്ത് നിൽക്കുന്ന നല്ല പ്ലാന്റാണ്. ഇത് വേറൊരു വെറൈറ്റി ലീഫ് തന്നെ ഒരു എന്താ പറയുക, സിൽവർ ടച്ചാണ് ഇതിൻ്റെ ലീഫുകൾ, നല്ല ഭംഗിയാണ്. ഇത് എന്താ പറയുക, ഒന്ന് ചരിഞ്ഞ് നിൽക്കുന്നതാണ്. എന്താണ് അത്, വെയിൽ നമ്മൾ മതിലിൻ്റെ മുകളിൽ വെക്കുമ്പോൾ വെയിൽ കറക്റ്റായിട്ട് തട്ടില്ലല്ലോ. അപ്പോൾ ഈ കൊമ്പ് അങ്ങോട്ട് ചരിഞ്ഞു. ഇത് വന്നിട്ട് ഡബിൾ പെറ്റലാണ്, വെള്ളയും പിങ്കും വൈറ്റും ഉണ്ട്. ഇതിൽ നല്ല ഭംഗിയുള്ള കളർ, നിറയെ പൂന്നൊക്കെ വലിയ വലിയ ലീഫാണ്. അതിന് ലീഫ് പെറ്റലിൻ്റെയും പൂക്കളുടെയും ലീഫ് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലയും അതുപോലെ വലുപ്പമുള്ളതാണത്. ഇതിലൊക്കെ ഞാൻ എന്താ ചെയ്യണം അറിയോ, എൻ്റെ കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏടത്തി വരുമായിരുന്നു. അവരൊക്കെ എന്താ വീട് പണി വേണ്ടിയിട്ട് അവർ കഞ്ഞിവെള്ളം എടുക്കാൻ വരണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തറിയും, ആ കഞ്ഞിവെള്ളത്തിനെയൊക്കെ കൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തു, കുറേ വെള്ളം ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്തിട്ട്. ഇത് സിംഗിൾ പെറ്റലാണ്, ഇതിൻ്റെ അടുക്കാണ്, ശരിക്കും നിറയെ അടുക്കടുക്കായിട്ട് വരും, കൊലകൊലയായിട്ട് വരും ഇത്. അപ്പോൾ ആ കഞ്ഞിവെള്ളത്തിന് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു എന്താ പറയുക, ഒരു നല്ല കളറാണ് കേട്ടോ, ഒരു പീച്ച് അങ്ങനെ പറയുക. ഇതും അങ്ങനെ നല്ല അടുക്കായിട്ട് ചെറിയ ചെറിയ ഇലയും നല്ല അടുക്കായിട്ട് അങ്ങനെ വരുന്നു. അതിൻ്റെ കമ്പൊക്കെ ഇത് കുറേ വർഷങ്ങളായ ചെടികളാണ്. ഇത് അതിൽ കഞ്ഞിവെള്ളം ഇട്ട് കലക്കിയതാണ്. കഞ്ഞിവെള്ളം ഇട്ട് കലക്കി അതിലെല്ലാം ഉണ്ട്, പഴത്തോല എല്ലാം ഉണ്ട്, കുറച്ച് ചോറിൻ്റെ അംശമുണ്ട്. അതിൽ ഞാൻ ഈ 19 എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക് ഇതെല്ലാം ഇതിൽ മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിലൊരു ഡബ്ബ നിറയെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ബോഗൺവില്ലയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്തണം. എന്നിട്ട് ഞാൻ ആ കഞ്ഞിവെള്ളം കളയുമ്പോൾ നമുക്കൊരു ഭാഗത്താകുമ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കട്ടിക്ക് വരും. അപ്പോൾ ഞാനതിൽ കുറേ വെള്ളം മിക്സ് ചെയ്തിട്ട് അങ്ങനെ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നല്ലപോലെ പൂക്കാനും നല്ല ഭംഗിയായിട്ട് വളരാനും സഹായിക്കും. അപ്പോൾ ഞാനത് മിക്സ് ചെയ്യണം, അത് കളയണ്ടാലും നമുക്ക് കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം എല്ലാം അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ, അതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് വെള്ളം നന്നായി കലക്കിയിട്ട്, നമുക്ക് ആ വെള്ളം കളയുകയും വേണ്ട. അപ്പോൾ മിക്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. എൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുകൂടി നിങ്ങൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.